വീണ്ടും ചേരുന്നുണ്ട്. നിജേഷ്, ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇത്ര കാട്ടാളത്തം ഇല്ലെങ്കിൽ പോലീസ് ആ കുഞ്ഞിനെയൊക്കെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ഇടപെടേണ്ട കേസാണ്. അത് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കേസ് കൂടിയാണ്. അത്തരത്തിലൊരു രീതി പോലീസ് പിന്തുടർന്നു. അത് മാത്രമല്ല, ഇവർ ചോദിച്ചിട്ട് ആ രേഖകൾ പോലും കാണിക്കാനോ ഇല്ലെങ്കിൽ ഇവരെ ബോധ്യപ്പെടുത്താനോ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണ് ഇവർക്ക് ഇത്ര ധൈര്യമാവുന്നത്, ശക്തിയാവുന്നത് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഇതിലുള്ള പ്രതിഷേധം കോൺഗ്രസ് എങ്ങനെയായിരിക്കും തുടരുക? തീർച്ചയായിട്ടും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നേരിട്ട് പോയി. അതിനുശേഷമാണ് അദ്ദേഹം അവർ കേസ് എടുക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. ഇവിടെ എല്ലാവിധ പിന്തുണയും, കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ്, കോൺഗ്രസിന്റെ നേതാക്കളാണ് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവിടെ സർവകക്ഷി ജനകീയ സമിതിയാണ് സമരം നയിക്കുന്നത്, അവർക്കുള്ള പിന്തുണ കൊടുക്കും. അതോടൊപ്പം തന്നെ പോലീസ് കാണിച്ചിരിക്കുന്ന നെറുകേട്, പോലീസ് ആർക്കോ വേണ്ടി പോലീസുകാരോട് പണം വാങ്ങി ചെയ്യുന്നത് പോലെയുള്ള വളരെ ക്രൂരത, സാധാരണക്കാരെ നാട്ടുകാരെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ നാളെ ഇവർ വരില്ല എന്നൊരു മുൻധാരണ, ആരെങ്കിലും അല്ലെങ്കിൽ വളരെ പേഴ്സണലായിട്ട് ആരെങ്കിലും പണം കൊടുത്ത് അടിക്കാൻ ഏൽപ്പിച്ച പോലെയുള്ള പ്രവൃത്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേതായാലും ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അതിന്റെ പിറകിൽ പോകും. ഞങ്ങൾ ആ ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാകും. നിയമപരമായ പോരാട്ടങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്തുണ ഉണ്ടാവും. നിയമപരമായിട്ട് ഇതിലുള്ളൊരു സാധ്യത നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു, കോടതിയെ, മേൽക്കോടതികളെ സമീപിക്കും എന്നൊക്കെയുള്ളത്. നേരത്തെ കലക്ടർ റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷെ പിന്നീടും ജിയോളജി വകുപ്പ് വന്ന് പരിശോധിച്ച് പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ റിപ്പോർട്ടായിട്ടില്ല. ഇനി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരത് കാണിച്ചു തന്നെ. പക്ഷേ നിയമപരമായി പോകുമ്പോൾ നേരിടാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുക? നിയമപരമായി ഇവർ പറയുന്നത് എല്ലാ കടലാസും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു അതോറിറ്റിയെ കാണിക്കാൻ ഇവർ തയ്യാറല്ല. ഇവർ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഏർപ്പാടാണ്. ജിയോളജിസ്റ്റ് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഈ ഏറ്റവും റീസെന്റ് ആയി ആരംഭിച്ചിരിക്കുന്ന കോറികൾ നിങ്ങൾ എടുത്തു നോക്കുക. കോറികൾ ജനവാസ മേഖലയിൽ ഒരുപാട് കോറികൾ കൊടുവള്ളിയിലുണ്ട്, ബാലുശ്ശേരിയിലുണ്ട്, എരമംഗലത്തുണ്ട്, പയ്യോളിയിലുണ്ട്, തങ്കമലയിലുണ്ട്. ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ജിയോളജിസ്റ്റ് ആണ്. പലയിടത്തും ഞങ്ങൾ പോയി അന്വേഷിച്ച സമയത്ത് അവിടെ ഒരിടത്ത് പോലും ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ അനുമതി കൊടുക്കാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറാണ്. അത് കോഴിക്കോട് കലക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതികളുടെ കെട്ട് കാണാം, ജനങ്ങളുടെ പരാതികൾ. ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത, ഇതൊന്നും പരിഗണിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. അവർക്ക് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. കോഴിക്കോട് ജില്ലയിലെ ജനകീയ സമരങ്ങൾ നടക്കുന്ന ഇടത്തൊക്കെ അവിടെ ജനങ്ങൾക്ക് നിൽക്കാൻ പോലീസിന് ഊർജം കൂടുതലാണ്, പോലീസിന് ആവേശം കൂടുതലാണ്. കോഴിക്കോട് ഒരു പ്രത്യേക ഹോട്ടലിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം. ഹോട്ടലിന്റെ പേര് പറയാൻ യാതൊരു പ്രയാസവുമില്ല. അവിടെയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. ഞങ്ങൾ തന്നെ പലവട്ടം വിജിലൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഗൗനിക്കാതെ ഒരു മാഫിയ സംഘം കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ആ മാഫിയ സംഘമാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. അവിടേക്കാണ് വഗാഡ് എന്ന് പറയുന്ന ഒരു ഭീമൻ കൂടി കടന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത നിങ്ങളൊന്ന് പരിശോധിക്കുക. അവിടെ വഗാഡ് ഏറ്റെടുത്ത ഇടവും മറ്റിടവും തമ്മിൽ, ഇവിടെ ഒരാളുകൾ എടുത്ത സ്ഥലമുണ്ട്, മറ്റു കമ്പനികൾ എടുത്ത സ്ഥലമുണ്ട്. വഗാഡ് എടുത്ത സ്ഥലത്ത് മാത്രം എന്താണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ? വഗാഡിന്റെ വാഹനം മറ്റൊരാളെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് വഗാഡിന് ഇത്രയേറെ അധികാരം കിട്ടുന്നത് നമ്മൾ പഠിച്ചേ മതിയാകും. നന്ദി ശ്രീ നിജേഷ് അരവിന്ദ് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കുന്നത്. നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് അവിടുത്തെ ബാധിക്കപ്പെടുന്ന നാട്ടുകാരും.